അശ്വിൻ നമുക്കൊപ്പം ഉണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ് അശ്വിൻ. ടെൻഷൻ വേണ്ട, എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചതാണ്. പ്രശ്നം പറഞ്ഞപ്പോൾ ചെറിയ ടെൻഷൻ അടിച്ചു അശ്വിൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെറിയ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചതാ. നന്നായിട്ട് ടെൻഷൻ ഉണ്ട്. അശ്വിൻ എന്താ ചെയ്യുന്നത്? ഞാൻ ബഹറിനിൽ വർക്ക് ചെയ്യാണ്, അൽബയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായിട്ട്. ഓക്കെ, അശ്വിൻ ഇങ്ങനെ നാട്ടിൽ വന്നു അല്ലേ? ഞാൻ നാട്ടിൽ വന്നു. ഓക്കെ, അവിടെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അശ്വിൻ. പക്ഷേ വിസ ഉള്ളത് കൊണ്ട് ഈ നാട്ടിലേക്ക് പോരാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഫ്ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും സൗദി വഴി തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ശ്വേതയുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കുവൈറ്റ് എയർവേസുമായിട്ട് ബന്ധപ്പെടലാണ് മുമ്പിൽ ചെയ്യേണ്ടത് അല്ലേ? അതെ അതെ. എംബസി അല്ല, ശരിക്കും കുവൈറ്റ് എയർവേസ്. എംബസിയിൽ നിന്ന് കുവൈറ്റ് എയർവേസിൽ വിളിച്ചു പറഞ്ഞാൽ അവർ ഒരു പക്ഷേ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കുമായിരിക്കും അല്ലേ? നമ്മളെ സമയം തീരെ കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അശ്വിൻ വിളിച്ച് ശ്വേതയ്ക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നില്ലേ? ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം, പരമാവധി നോക്കാം. തീർച്ചയായിട്ടും. ഇനി ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ ശനിയാഴ്ച അല്ല മാരേജ് എങ്കിൽ അത് മാറ്റിവെച്ചാൽ ഏത് ദിവസത്തേക്കായിരിക്കും വെക്കാൻ പറ്റുക? ഇനി ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ഇതുവരെ അങ്ങനെ പ്ലാൻ ബി നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയെങ്കിൽ എത്തുന്നുള്ള വിശ്വാസത്തിലാണ്. ഒരു 90% പ്ലാൻ എ ശനിയാഴ്ച നടക്കും എന്ന് തന്നെ കരുതിക്കോളൂ. എന്നൊരു പ്ലാൻ ബിയും കൂടി ഒന്ന് വീട്ടുകാരൊക്കെ ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിപ്പിക്കണ്ട. ഒരു 3-4 ദിവസമാണെങ്കിലും ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ. എന്തായാലും നമ്മൾ പരമാവധി ശ്രമിക്കാം. നമ്മുടെ എം പിമാരെല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട് വാർത്തയ്ക്ക് ശേഷം കേട്ടോ. ഓക്കെ, വളരെ ഉപകാരം. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട അശ്വിൻ. ശ്വേത, 3-4 ദിവസത്തെ ഒരു ചെറിയ ടെൻഷൻ കൂടിയല്ലേ? അറേഞ്ച്ഡ് മാരേജ് ആണോ ഇത് ശ്വേത? അല്ല, ലവ് മാരേജ് ആണ്. അപ്പോൾ പിന്നെ ഇത്രയും കാത്തിരുന്നില്ലേ? കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. പക്ഷേ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ എളുപ്പമാക്കാം കേട്ടോ. എത്ര കാലത്തെ പ്രണയമാ ശ്വേത? 4 വർഷത്തെ. വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. 4 years ലോങ് ലീവ് ലവ്. അപ്പോൾ ഇത് കുവൈറ്റ് എയർവേസുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവർ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ലല്ലോ. എങ്കിലും അവിടെയുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ പോലും ഒരു കല്യാണമാണ്, 4 വർഷം കാത്തിരുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ കുട്ടി രാജിവെച്ചതാണ്. ഒരു രാജിക്കത്തങ്ങ് സ്വീകരിച്ചുകൊണ്ടൊരു പെർമിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, നമ്മുടെ എം പിമാരൊക്കെ ഇടപെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാര്യം നടത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ശ്വേത, താങ്ക് യു. സുരക്ഷിതമായി യാത്ര ചെയ്യുക. ഓക്കെ, വന്നിട്ട് കാണാം കല്യാണത്തിന്. അപ്പോൾ അശ്വിൻ, ശ്വേത, ഗംഭീരമാവട്ടെ. കല്യാണം നടക്കുമ്പോൾ അഡ്വാൻസ് happy married life. Thank you.